പൊതുമാപ്പ് ആരംഭിച്ച് 2 ആഴ്ച പിന്നിട്ടപ്പോൾ ദുബായിൽ 4000 തൊഴിലഭിമുഖങ്ങൾ നടത്തിയതായി GDRFA. പൊതുമാപ്പിലൂടെ താമസം നിയമവിധേയമാക്കുന്നവർക്ക് വിവിധ കമ്പനികളാണ് ജോലി അവസരങ്ങളുമായി എത്തിയത്. യോഗ്യതയും അനുഭവ പരിചയവും കണക്കിലെടുത്ത് 58 പേർക്ക് ഇതിലൂടെ ജോലി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് GDRFA പുറത്തുവിട്ട കണക്കാണിത്. വരും ദിവസങ്ങളിലും കൂടുതൽ കമ്പനികൾ തൊഴിലവസരവുമായി എത്തുമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കി. സുപ്രീം കൗൺസിൽ അംഗവും ഫുജൈറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഖർഷി എമിറേറ്റ് ഭരണാധികാരിയായി ചുമതലയേറ്റിട്ട് ഇന്നേക്ക് 50 വർഷം പൂർത്തിയായി. അധികാരമേറ്റതു മുതൽ UAEയുടെ ആഗോള നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരാനും സമ്പദ്വ്യവസ്ഥ, വിനോദസഞ്ചാരം, സാമൂഹിക വികസനം, സംസ്കാരം എന്നിവയിൽ സുസ്ഥിര നേട്ടം കൈവരിക്കാനും ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതികൾ ഷെയ്ഖ് ഹമദ് നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷമായി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഖർഷി നിരവധി ആഗോള ഉച്ചകോടികളിൽ UAE പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫായി മേജർ ജനറൽ അബ്ദുള്ള മുബാറക് ബിൻ ആമിറിനെ UAE സുപ്രീം കൗൺസിൽ മെമ്പറും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിയോഗിച്ചു. തന്റെ ഭരണകാലത്തുടനീളമുള്ള മികച്ച സേവനത്തിലുള്ള അംഗീകാരമായി സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവി ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസിക്ക് ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പോലീസ് മെഡൽ നൽകി. UAEയിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനായി ഇൻവെസ്റ്റർ ഇൻ ദ എമിറേറ്റ്സ് ക്യാമ്പയിന് വിദേശ രാജ്യങ്ങളിൽ തുടക്കമായി. കാൻസ്, മ്യൂണിക്, പാരീസ്, ലണ്ടൻ, സൂറിക്, ജനീവ, ന്യൂയോർക്ക് എന്നീ പ്രധാന നഗരങ്ങളിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. രാജ്യത്തെ നിക്ഷേപാനുകൂല അന്തരീക്ഷവും സാധ്യതകളും പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിവിധ മേഖലയിലെ നൂതന വിദ്യകൾ, ആഗോള പ്രതിഭകൾ, സംരംഭകർ എന്നിവരെയാണ് UAEയിലേക്ക് ക്ഷണിക്കുന്നത്. നികുതിരഹിതം, വിപുലമായ ആഗോള വ്യാപാര ലോജിസ്റ്റിക് ശൃംഖലകൾ തുടങ്ങി സമാനതകളില്ലാത്ത സൗകര്യങ്ങളാണ് UAE വാഗ്ദാനം ചെയ്യുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ ഒരു വനിതാ അംഗമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് UAE സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി തീരുമാനം. അബുദാബി, ദുബായ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പൊതു ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് കുറഞ്ഞത് ഒരു വനിതാ ബോർഡ് അംഗമെങ്കിലും ഉണ്ടായിരിക്കണം. സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലാണ് ഈ തീരുമാനം ഇപ്പോൾ നടപ്പാക്കേണ്ടത്. ആവശ്യമാണെങ്കിൽ ഇത് വ്യാപിപ്പിക്കാനാണ് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ നീക്കം. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ബോർഡുകളിൽ കൂടുതൽ പങ്കുവഹിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണിത്. ദുബായിൽ നിയമ നടപടികൾ നടപ്പാക്കാൻ പുതിയ നിയമം വരുന്നു. കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പൊതുനിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ ചുമതലയുള്ള സംഘടനകൾക്കും അനുവദിച്ചിരിക്കുന്ന നിയമനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ നിയമം രൂപീകരിച്ചിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എമിറേറ്റിലെ നിയമങ്ങൾ കർശനമാക്കുന്നതിനാണ് നിയമം കൊണ്ടുവന്നത്. പൊതുകാര്യങ്ങളുടെ നടത്തിപ്പിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ പൊതുവാദം കേൾക്കാൻ ഒക്ടോബർ 17 കോടതി സമയം അനുവദിച്ചതായി റിയാദ് റഹീം സഹായ സമിതി വ്യക്തമാക്കി. പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്നും റഹീമിന്റെ ഫയലുകൾ കോടതിയിലെത്തിയിട്ടുണ്ടെന്നും ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ കോടതി ചേരുമെന്നും അവർ അറിയിച്ചു. കോടതി അനുവദിച്ച സമയത്ത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകനും റഹീമിന്റെ കുടുംബ പ്രതിനിധിയും റിയാദിലെ ക്രിമിനൽ കോടതിയിൽ ഹാജരാകും. അന്നേ ദിവസം തന്നെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഹായ സമിതി വ്യക്തമാക്കി. ദേശീയ സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ച് ഖത്തർ. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുടെ രക്ഷാകർതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസിയാണ് ദേശീയ സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ നിരവധി മന്ത്രിമാരും വിവിധ മേഖലകളിലെ പ്രമുഖരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഗ്ലോബൽ സൈബർ സുരക്ഷാ ഇൻഡെക്സിൽ ഖത്തറിനെ മാതൃകാ രാജ്യങ്ങളുടെ പട്ടികയിൽ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ദേശീയ സൈബർ സുരക്ഷാ നയം പ്രഖ്യാപിച്ചത്.